ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പരിമല എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാവരുടെയും നാവിൽ നിന്ന് ഉയരുന്ന ഒരു മന്ത്രമാണ്. അത് ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ ഒരു വ്യത്യാസമില്ല. ആദ്യ കാലഘട്ടങ്ങളൊക്കെ പരിമല ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എന്തുമാത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ചെറിയ കൊതുമ്പ് വള്ളത്തിൽ വന്ന് ആറിക്കരെ കടന്ന് ഒക്കെ വന്ന ആ ദിവസത്തെക്കുറിച്ച് ഓർക്കും. പരിമല തീർത്ഥയാത്രാ സംഘം എന്നുള്ള ഒരു സംഘം ലോകത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് തുമ്മണഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിരുന്നാണ്. ഇതിൽ ഒന്നാമത്തെ പദയാത്രയോട് നടന്നു വരാനുള്ള ഭാഗ്യവും ദൈവം എനിക്ക് തന്നു. ഈ വൈദ്യവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം എന്നെ യൗപചാരിക സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഇവിടെ വിശ്രമ ജീവിതം നയിച്ചിരുന്ന സേവർ സിരിമേനി, കൊച്ചിയുടെ സേവർ സിരിമേനിയായിരുന്നു. 1983 മെയ് മാസം 11-ാം തീയതിയായിരുന്നു. അതുപോലെ സേവർ സിരിമേനിയും ഒസ്താ സിരിമേനിയും കൂടി ചേർന്ന് എന്നെ പൂർണ്ണശമ്മാസനാക്കിയത് ഈ ദേവാലയത്തിൽ വെച്ച്. അങ്ങനെ ഈ ദേവാലയമായിട്ടും ഈ സന്നിധാനവുമായിട്ടും ഒക്കെ വളരെ അടുത്ത ഒരു ജീവിതത്തിൽ ഈ പരിമലയൊന്ന് കാലുകുത്തുവാൻ്റെ ഭാഗ്യം അതൊരു മഹത്വമായിട്ട് നമ്മൾ കരുതണം. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധന്മാരുടെ ഈ സന്നിധിയിൽ നിൽക്കാൻ എനിക്കൊരു ഭാഗ്യം ദൈവം തന്നൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ദീർഘമായിട്ട് ഞാൻ ആമുഖമായിട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പ്രാപ്തനല്ല, അങ്ങനെ ഉദ്ദേശം എനിക്കില്ല. നമുക്ക് ചേർന്ന് ഒരു പരിശുദ്ധൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് എന്തെങ്കിലും സന്ദേശം പകർന്ന് കിട്ടുമോ എന്ന് നമുക്ക് ആലോചിക്കാം. ആലോചനയില്ല, ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം, നമ്മുടെ വേദപുസ്തകത്തിൽ ഏറ്റവും മുഷിഞ്ഞ ഒരു വേദഭാഗമുണ്ട്. എല്ലാവരുടെയും വേദപുസ്തകം പണ്ടൊക്കെ മുഷിയുമായിരുന്നു, ഇപ്പോഴാരുടെയും വേദപുസ്തകം മുഷിയുന്നില്ല. കാരണം അത് തോർക്കാത്തതുകൊണ്ട്. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാ വേദപുസ്തകത്തിലെയും പ്രത്യേക ചില താളുകൾ വളരെ 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 മുഷിഞ്ഞിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് വേദപുസ്തകമായിരുന്നു, ഏത് ഭാഗമാണ്? സങ്കീർത്തന പുസ്തകമായിരുന്നു. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകിയില്ല, അവൻ പച്ചയാവുൽപ്പുറങ്ങളെ നടത്തുന്നു, സ്വച്ഛമുള്ള ജലത്തേക്ക് എന്നെ വഴി നടത്തുന്നു. ഈ രീതിയിൽ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ വേദപുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഏറ്റവും പാരമ്പര്യമുള്ള സഭയുടെ മക്കളാണ് നമ്മുടെ കൊച്ചുമക്കളാണെന്ന് ഓർക്കണം. അവരുടെയൊക്കെ വേദപുസ്തകം കണ്ണുനീരുകൊണ്ട് നനഞ്ഞതാ. അവരുടെ വിയർപ്പ് ആ താളുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും വിയർത്ത് നാറിയ ചില ഭാഗങ്ങളായിരുന്നു സങ്കീർത്തന പുസ്തകങ്ങൾ. പക്ഷെ അതിൽ ഒട്ടും നാറാതെ വിയർക്കാതെ കിടന്ന ഒരു വേദഭാഗമുണ്ട്. അതാണ് ഇയ്യോബിന്റെ പുസ്തകം. ഏറ്റവും മുഷിഞ്ഞ താളുകളോട് ചേർന്ന് ഒട്ടും മുഷിയാതെ കിടന്ന ഒരു വേദഭാഗം. അവിടെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലൊന്നിനും ആയിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല കിഴക്ക് ദേശക്കാരിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തരും നിശ്ചിത ദിവസത്തിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളുടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നാളുകൾ തികയുമ്പോൾ പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ
ഏതാനും സംഭവങ്ങളെ സംബന്ധിച്ചാണ് ഞാനിപ്പോഴും വായിച്ചത്. അവിടെ പറയുന്നു, ഊസ് ദേശത്ത് യോബെന്ന് പേരുള്ള ഒരു ആള് ജീവിച്ചിരുന്നു. അവനെക്കുറിച്ച് ജനം പറഞ്ഞ ഒരു സാക്ഷ്യമാണ്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. 4 കാര്യങ്ങൾ ലോകം മുഴുവനും യോബിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ല ജീവിതം ദൈവഭാഗം കാഴ്ചവെച്ച് വ്യക്തിക്ക് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു. അനുഗ്രഹത്തെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, 7 പുത്രന്മാരും 3 പുത്രിമാരും, എല്ലാം മൃഗസമ്പത്തും ദാസീദാസന്മാരും. അങ്ങനെ കിഴക്ക് ദേശത്തിൽ ഏറ്റവും സമ്പന്നനായിട്ട് അവനെ വളർത്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ അപ്പനും മക്കളും കൂടെ ഒന്നിച്ചു കൂടി ഭക്ഷണം കഴിക്കുമായിരുന്നു. 7 ആൺമക്കളുണ്ടായിരുന്നു, 3 പെൺമക്കളും. ഈ പെൺപിള്ളാർ വെള്ളം കൊടുത്തതായിട്ട് വേദോസത്തിൽ പറയുന്നില്ല. 7 ആൺമക്കളുടെയും വീട്ടിൽ എല്ലാ ദിവസവും വിരുന്നൊരുക്കിയിരുന്നു. മൂത്തവൻ തൊട്ട് ഇളയവന്റെ വീട് വരെ ഓരോ ദിവസവും വിരുന്ന് ഒരുക്കിയപ്പോ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, ഈ 3 പെൺപിള്ളാരെ ആളയച്ച് അവരെ വരുത്തി. അല്ല, ഇന്നലെ വന്നപ്പോൾ അറിയാമേ, നാളെ ഈ പോരണ എന്റെ വീട്ടിലെ തങ്കച്ചന്റെ വീട്ടിൽ വെച്ചാ നീ പോരണേന്ന് പറഞ്ഞു വിടുകയല്ല, അല്ലെ വഴി വെച്ച് എടി വെച്ച് ഈ പോരണേന്ന് പറയുകയല്ല, ബഹുമാനിച്ച് ആളയച്ച് അവളെ വിരുത്തി ഈ വിരുന്നിൽ ഒരുക്കുമാർ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഇന്ന് ബഹുമാനമുണ്ടോ, സഹോദരനും സഹോദരിയും തമ്മിൽ എങ്ങനെയൊക്കെയാണ് ആളയക്കുന്നത് എന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ ദിവസവും ഈ ഭക്ഷണം വിഭവസമൃദ്ധമായിട്ട് ഒരുക്കും. മൂത്ത ആള് വളരെ വിഭവസമൃദ്ധമായിട്ട് ഒരുക്കും, രണ്ടാമത്തെ ആൾ ഒട്ടും കുറയ്ക്കത്തില്ല, മൂന്നാമത്തെ ആൾ അതിൽ മെച്ചമായിരിക്കും. ഈ രീതിയിലെ ഭക്ഷണം. എനിക്ക് 2000 ആണ്ടിൽ ഈ ഖത്തറിലൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്കിടയായി. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ ഒരു വലിയ സമ്മേളനത്തിൽ നമ്മുടെ രഞ്ജൻ മത്തായി അവിടുത്തെ അംബാസഡർ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. അപ്പൊ അന്ന് അവിടെ വലിയ വിഭവസമൃദ്ധമായ സദ്യകളൊക്കെ ഒരുക്കിയപ്പോൾ ഞാൻ അന്ന് എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ എല്ലാ സന്തോഷ അവസരങ്ങളിലും ഒരു ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണമില്ലാതെ നമ്മുടെ ഒരു സന്തോഷം പൂർത്തിയാകുന്നില്ല. അത് കല്യാണമായാലും കൊള്ളാം, മാമോദിസ ആയാലും കൊള്ളാം. അപ്പൊ നമ്മുടെ സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു ഭക്ഷണമുണ്ട്. 6 മുള വള്ളസദ്യയുണ്ട്. ഈ മുസ്ലിം സഹോദരന്മാർക്ക് അവരുടെ ഈ പെരുന്നാളോട് ചേർന്ന് വിഭവസമൃദ്ധമായിട്ട് ഇഫ്താർ വിരുന്നുകളുണ്ട്. നമുക്കും വാസ്തവത്തിൽ നമ്മുടെ പള്ളി പെരുന്നാളോട് ചേർന്ന് മിക്കവാറും നല്ല എല്ലാ പള്ളികളിലും ഇപ്പോഴ് ആ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കൊച്ചുപള്ളി അവർ പറഞ്ഞു, ഈ വർഷം നമ്മുടെ ന്യൂ ഇയറിന് ഇതെല്ലാം കഴിയുമ്പോൾ നല്ല വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് കൊച്ചുപള്ളിക്കാർ വരെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭക്ഷണം ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു പങ്കാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് മനുഷ്യൻ ഇന്ന് പോകുന്നതും ഈ ഭക്ഷണം ഒരു കാരണമായിട്ട് പോകുന്നുണ്ട്. മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അത് വലിയ ഒരു പ്രേമ ഗായകനായിരുന്നു. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞിട്ടുണ്ട്. 28 വയസ്സ് വരെ അടുത്ത് അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അങ്ങ് മരിച്ചു പോവാം. ചങ്ങമ്പുഴയുടെ രമണനും വാഴക്കലും ഒക്കെ വായിക്കാത്തവരെ ഇവിടെ കാണില്ല, മിക്കവാറും എല്ലാ രീതിയിലും ഉണ്ട്. പക്ഷെ അദ്ദേഹം പോലും ഈ ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് കവിയായതുകൊണ്ടായിരിക്കാം. വെള്ളം ചേർക്കാതെടുത്തോരമൃതിന് സമമാം നല്ലിളം കള്ളം ചില്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യമാംസാദി കൂട്ടി
ചെല്ലും തോതിൽ ചെലുത്തി ചിരികളികൾ തമാശത്തു മേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം പോക വേദാന്തമേ നീ എന്ന് പാടിയാണ്. വേദോസം വായിക്കേണ്ട, പാട്ടും പാടേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. എല്ലാ സുഖവും കൂടി ഇതിനകത്ത് കിട്ടുമെന്നാ പറയുന്നത്. എന്തുവാ? വെള്ളം ചേർക്കാതെടുത്തോർ അമൃതിന് സമമാം നല്ലിളം കള്ള് ചില്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യമാംസാദി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരികളികൾ തമാശത്തു മേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം പോക വേദാന്തമേ എന്ന് പറഞ്ഞ് പാടിയാളാണ്. അതെയാണ് ദീർഘകാലം അങ്ങനെ പാടാൻ അദ്ദേഹത്തിന് ഇട കൊടുത്തില്ല, അത് പെട്ടെന്ന് പോയി. അപ്പൊ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഈ വിരുന്ന് ഭവനങ്ങളിലൊക്കെ ഉണ്ട്. പാവം പിടിച്ചുകൊണ്ട് പെങ്കൊച്ചിനെ കെട്ടിക്കണമെങ്കിൽ എവിടെ നിന്നെല്ലാം കള്ളക്കടം വാങ്ങിച്ച് ആരുടെത്തെല്ലാം പോയി വായിക്കായി കുത്തിപ്പിടിച്ച് എല്ലാം ഉണ്ടാക്കി ഇച്ചിരി വീറും വൃത്തിയായിട്ടൊരു ഇലയൊക്കെ ഇട്ടൊരു ഭക്ഷണം കൊടുക്കാമെന്ന് ആഗ്രഹിച്ചാൽ പല പ്രമാണിമാർക്കും അതോട് തൃപ്തിയില്ല. അവരെ പ്രത്യേകിച്ചൊന്ന് സൽക്കരിക്കണം. ഒരിക്കലും ഞാൻ ഓമല്ലൂർ പള്ളിയാ, ഒരു പഴയ പാരമ്പര്യമുള്ള പള്ളിയാ, അനേകം കല്ലറിയും ഒക്കെ അവിടെ ഉണ്ട്. ഒരു ദിവസം ധൂപം വെക്കാൻ ചെറിയ ചെന്നപ്പം ഒരു പ്രായമുള്ള ആള് പറഞ്ഞു, ഇതും അതാ, ഇതും അതാ. ഒരു പിടിയും കിട്ടിയില്ല. എന്താ ഇത് എന്ന് പറഞ്ഞു മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ മാനം മര്യാദക്ക് ജീവിച്ച് പോയിട്ടുള്ളവരല്ല എല്ലാം മധ്യവയസ്സിലോ അതിനു മുൻപോ മാരകമായിരുന്ന മദ്യപാനം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തി പോയവരാന്ന് കാണിച്ചതാ. വല്യപ്പന് അത്രേ പറയാൻ അറിയത്തുള്ളൂ. ഇതും അതും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അതും എത്ര ഇത് പറഞ്ഞാലും ഇപ്പൊ അങ്ങനെ കാണുന്ന നമ്മൾ വഴിയും കണ്ടുമുട്ടുന്നവരെല്ലാം അതാ. അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തിന്റെ കൂടെ വാസ്തവത്തിൽ വലിയ തിന്മ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈയോ പിതാവും മനസ്സിലാക്കി. അദ്ദേഹത്തിന് അറിയാം, ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോ അത്ര ഭംഗിയായിട്ടൊന്നും അല്ല കാര്യങ്ങൾ വന്നതെന്നും പോയതെന്നും അദ്ദേഹത്തിന് അറിയാം. ചില കാര്യങ്ങൾ അദ്ദേഹത്തെ അപ്പനെ മറച്ചും ചില നോമ്പുകാലങ്ങളിലൊക്കെ ഞങ്ങളെ പന്തിക്കകത്ത് ഇരുത്തത്തില്ല. അച്ഛനങ്ങ് പ്രത്യേകിച്ചിരുന്ന് കഴിച്ചോളാൻ പറയും. അവിടെ ഞങ്ങൾക്ക് സാമ്പാറും ഒക്കെ വിളമ്പം മറ്റിടത്ത് കാലും കയ്യും ഒക്കെ വെച്ച് കടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി. അപ്പൊ ഈ രീതിയിൽ ഈ ഇയ്യോബിനെ ഒരുപക്ഷെ മാറ്റി നിർത്തിയെങ്കിലും ഇയ്യോബിന് നല്ല മൂക്കായിരുന്നു, മണം പിടിക്കാൻ കഴിവുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പലതിന്റെയും ഗന്ധമൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, കുഞ്ഞുങ്ങളെ അവരെ ശപിച്ചില്ല. എന്നാൽ വിരുന്നുനാളിൽ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം മക്കളെയും പെമ്മക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തു, അപ്പനെയും വിളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഭക്ഷണം കഴിയുമ്പോൾ ഈ അപ്പന്റെ മനസ്സിൽ തോന്നി ചിന്ത, ഇത് വെറും ഒരു ഭക്ഷണം മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടായി കാണും എന്ന് വിചാരിച്ചിട്ട് എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ ആളേച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കും. നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം വിസുർബാന ചൊല്ലിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് പൗരോഹിത്യത്തിന്റെ ഉപരിയുള്ള നൽവരം ഉണ്ടായിരുന്ന ആളാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അദ്ദേഹം മക്കളെ എല്ലാം വിളിക്കുമായിരുന്നു. നിനക്കാർക്കും ഗുണം പിടിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തെറ്റിനെക്കുറിച്ച് അപ്പം മനസ്സിലാക്കി അവർ കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ച് അവരെ അവരുടെ തലയെ കവിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവരുടെ എല്ലാവരുടെയും പേര് ഒന്നിനെ പോലും വിട്ടുപോകാതെ എല്ലാവരുടെയും ദൈവമുമ്പാകെ ബലിയർപ്പിക്കാൻ തക്കവണ്ണം ദൈവമുമ്പാകെ നിൽക്കുമായിരുന്നു. ഇത് ഇയ്യോബിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവത്തെ സംബന്ധിച്ച്
ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ആറാം അധ്യായം 6-ാം വാക്യം മുതൽ, 1-ാം അധ്യായത്തിന് 6-ാം വാക്യം മുതൽ അവിടെ ഒരു ചിത്രം മാറുന്നുണ്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അയ്യോ, അതെന്തൊരു ഇടപാടാ! ഈ ദൈവസന്നിധിയിൽ സാത്താൻ വരുമോ? വേദോസം പറയുന്നത് സാത്താൻ വരുമെന്ന്. ശല്യം വിചാരിക്കുന്നവര് പരിപാടിത്തിനുമേൽ ഇരിക്കുന്നവർ ഇവിടെ വരത്തില്ല. ഇവിടെയും വലിയ സാത്താന്മാരും ഇവിടെ വലിയ ലഗിയവും വരും. അതാരാ ലഗിയോരം നമുക്ക് നോക്കിയാൽ പിടികിട്ടത്തില്ല. അവരെ കണ്ട നല്ല സുന്ദരന്മാരായിരിക്കും, സുന്ദരികളായിരിക്കും. പക്ഷെ സർവത്ര പിശാചുക്കൾ ഇതിനകത്ത് വരും. വേദോസം പറയുന്നത് ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ആ കൂട്ടത്തിൽ സാത്താനും ഉണ്ടായി. അപ്പൊ ദൈവത്തിന് പെട്ടെന്ന് മക്കളെയെല്ലാം മനസ്സിലാകുമെങ്കിലും സാത്താനെ പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് സാത്താനെ പെട്ടെന്ന് മനസ്സിലാകും. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. നമ്മളെല്ലാം ഓരോ ചോദ്യം ചോദിക്കുന്നവരാ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവരാ. പലപ്പോഴും നമ്മുടെ ചോദ്യവും ശരിയാകത്തില്ല, ഉത്തരവും അതിനെക്കാട്ടിൽ കുഴഞ്ഞു കിടക്കും. അപ്പം യഹോവയായ ദൈവം സാത്താനോട് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. മാൻമര്യാദയ്ക്ക് വീടോ കൂടിയായിട്ട് കഴിയുന്നവനാണോ സാത്താൻ? ആ സാത്താന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. സാത്താൻ യഹോവയോട് ഞാൻ ഭൂമി ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ സാത്താന്റെ ഒരു വലിയ പ്രത്യേകത, അതിന് ടൈം ടേബിളില്ല, ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു ജീവിതം. ഊടാടി സഞ്ചരിക്കുന്നവരാ, ലക്ഷ്യബോധമില്ലാതെ അലയുന്നവരാ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഇതുപോലെ ലക്ഷ്യബോധമില്ലാതെ ഊടാടി സഞ്ചരിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ലക്ഷ്യബോധമില്ല, ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ല, ദർശനമില്ല. അങ്ങനെ ആദിയും അന്തവുമില്ല, ആൽഫയും ഇല്ല, ഒമേഗയും ഇല്ല. ഞാനിപ്പോഴേ ഒസാതിരുമേനിയെ ഓർത്തു. ഒസാതിരുമയുടെ കൂടെ ഒരു ശിഷ്യനായിട്ട് പുതുപ്പാടി ആശ്രമത്തിലും മാവേലിക്കര സെന്റ് പോൾസിലും ഒക്കെ ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് താമസിച്ച് എം വി ജോർജനായിരിക്കുന്ന കാലം മുതൽ താമസിച്ചതാണ്. ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് ABCD പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാക്കാമത്ത് കൺവെൻഷനിലൊക്കെ വന്ന് നിറസാന്നിധ്യമായിട്ട് വന്ന് നടുവിലെ നോമ്പിൽ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഒബ്നിപോട്ടന്റ്, ഒബ്നീഷ്യന്റ്, ഒബ്നിപ്രസന്റ്, ഇറ്റേണൽ, എവർലാസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, അനാദിയായി നിൽക്കുന്ന ദൈവം, ആൽഫയായിട്ടും ഒമേഗയായിട്ട് നിൽക്കുന്ന ദൈവം, ഒന്നാമത്തവനും ഒടുക്കത്തവനുമായിട്ട് നിൽക്കുന്ന ദൈവം. ഈ ദൈവത്തെ സംബന്ധിച്ച് ഈ ദൈവത്തിന് എത്ര പേരുണ്ട്, ഇരട്ടപ്പേര് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച എണ്ണവും കണക്കും ഇല്ലാത്ത പേരുകൾ ദൈവത്തിനുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുനാളി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ചിലർക്ക് ഒഫീഷ്യൽ ഒരു പേരും ചെല്ലപ്പേരും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളുടെ പേരൊക്കെ ചുരുക്കം പറഞ്ഞാൽ ഈ വല്യന്മാർക്ക് ഉച്ചരിക്കാനൊക്കെ പല്ല് വെച്ചാൽ പല്ല് എല്ലാം പുറത്ത് ചാടും. കാരണം ഉച്ചരിക്കാനൊക്കാത്ത ഒരുതരം കൊനിഷ്ടുള്ള പേരുകളാണ്. പെട്ടെന്ന് പറയാനുള്ള ഒന്നോ രണ്ടോ വാക്കുകളുള്ള പേരുകളൊക്കെ അന്ന് ചെല്ലപ്പേരായിട്ട് വിളിക്കുക. അപ്പൊ എൻ്റെ ബാബു എന്നാ എൻ്റെ പേര്. അതെല്ലായിടത്തും ചെന്ന ആ ബാബുവാ. പള്ളിയിലും പേര്,
പള്ളിക്കൂടത്തിലും ബാബു ഇതെല്ലാം ആയി കഴിഞ്ഞപ്പം വൈദ്യസെമിനാരി പഠിക്കാൻ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ബാബുവിന്റെ മേൽ ആവസിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കതൊരു കുറച്ച് പോലെ തോന്നി, ഒരു പോരാകിയായിട്ട് തോന്നി. അന്ന് വീട്ടിലെ സന്തോഷം അനുസരിച്ച് ചെല്ലപ്പേരിട്ടതാ. പക്ഷെ അത് ഒരു വേറൊരു പേര് ഇല്ലല്ലോ എന്ന് ഓർത്തു. ഞാനൊരു ചെറിയൊരു ഗവേഷണം നടത്തി. ഞങ്ങളുടെ പള്ളിയിൽ ചെന്ന് മാമോസറീഷ് വല്ലതും ഉണ്ടോ നോക്കി. മിക്കവാറും പള്ളിയിലെയൊക്കെ ഇങ്ങനെ ചെതിരരിച്ചും തുള്ളം കവർന്നും മഷി വീണ് പടർന്നും ഈർപ്പം അടിച്ചും ഒക്കെ നഷ്ടപ്പെട്ട് കിടക്കും. എന്തുപോലെ അവിടെ ചെന്നപ്പോ തപ്പിപ്പിടിച്ചെടുത്തു. പല പേര് മാമോദിസായിക്ക് മുക്കിയ പേര്. അപ്പൊ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംഗസംഖ്യ ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു 6-7 പേരുണ്ട്. ഈ വല്യപ്പന്മാരാ പേരിടാനായിട്ട് വരുന്നേ മാമോദിസായിക്ക്. വല്യപ്പന്റെ ഒരു ജോലിയാ ഈ കൊച്ചുമക്കൾക്ക് മോനായാലും മോളായാലും പേരിടുന്നത്. ഉടനെ എനിക്കും വല്യപ്പൻ വന്ന് പേരിട്ടതാ. തപ്പി പിടിച്ച് വന്നപ്പം നല്ല ഒന്നാം തരം ഒരു പേരാ, ശമുവേലെന്ന. ശമുവേൽ വലിയ മോശമുള്ള പേരല്ല. ദൈവത്തെ കേട്ടവനാ ശമുവേൽ. ശൗമേലിന്റെ വാക്കിന്റെ അർത്ഥം അതാ, ദൈവത്തെ കേട്ടവനാ. ശൗമേലേ ശൗമേലേ എന്ന് വിളിച്ചു യഹോവയാ ദൈവം. ശൗമേൽ വിളി കേട്ടു, നല്ല പേരാ. പക്ഷേ ഒരിച്ചിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്റെ ചേട്ടന്റെ പേര് ഒഫീഷ്യലായിട്ട് ശൗമേൽ തന്നെയാണ്. അവന്റെ പേര് വി വി ശൗമേൽ. അപ്പൊ ഒരു വീട്ടിൽ 2 ശൗമേല്, അച്ചായൻ ശൗമേലും അച്ഛൻ ശൗമേലും കൂടെ നിന്നാൽ അത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ സത്യം പറഞ്ഞ അന്ന് അത്രയും അർത്ഥമൊന്നും ഓർത്തില്ല. ഒരു വെട്ടുവെട്ടി, ശൗമേലിന്റെ വാലങ്ങ് വെട്ടി. പക്ഷെ വാല് വെട്ടിയപ്പം സത്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം അങ്ങ് പോയി, ദൈവം. ദൈവത്തെ കേട്ടവനെന്നാ ശൗമേലിന്റെ അർത്ഥം. കൂടുതലൊന്നും ചിന്തിക്കാതെ ഒരു വെട്ടുവെട്ടിയത് കൊണ്ട് ദൈവം അങ്ങ് പോയി. ഇപ്പുറത്ത് സാം മാത്രമായി, സാം. പിന്നെ ഗിയോരീസ് എന്നുള്ളത് അപ്പന്റെ പേരായതുകൊണ്ട് സാംജി, കുടുംബപ്പേര് കളയിക്കലെന്നും പറഞ്ഞ് അങ്ങനെ സാംജി കളയിക്കലെന്നാ ഞാനെന്ത് സഭയിൽ അറിയപ്പെടുന്നത്. മാനവിക ചുമരായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കുറേ അച്ഛന്മാർക്കൊക്കെ. പക്ഷേ എൻ്റെ കൂടെ നടന്ന പിള്ളേരും പലയിടത്തിൽ പഠിച്ച പിള്ളേർക്ക് ആർക്കും ഈ സാധനം അറിയത്തില്ല. അവരിപ്പോഴും ബാബു വെച്ചാ ബാബു എന്ന് വിളിക്കും. അപ്പം നമ്മളെ പറയാൻ കാര്യം, ഈ പേരുകൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വിളിക്കാൻ സൗകര്യമായ ഒരു പേരായിരിക്കണം. അതിനൊരു അർത്ഥവും വേണം. യാതൊരു അർത്ഥവും എവിടെ കിടന്ന് തപ്പിയാലും ഒരു അർത്ഥമില്ലാത്ത ധാരാളം പേരുകളുണ്ട്. ഇവിടെ ദൈവസന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ ദൈവപുത്രന്മാർ വന്നു, കൂട്ടത്തിൽ സാത്താനും വന്നു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഈ ഭൂമിയിൽ കൂടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന്. അപ്പം യഹോവയായ ദൈവത്തിന് മനസ്സിലായി ഇവന്റെ ഈ വരവന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഇവിടെ ഒരു കക്ഷിയുണ്ടല്ലോ, യോബിനെ പോലെ നേരുള്ളവനും ദൈവഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും, അങ്ങനെ ഒരാളുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും എവിടെയും ഉണ്ടോ അവരുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാ പിശാചിന്റെ ജോലി. അപ്പൊ ദൈവത്തിനും ലോകത്തിനും കൊള്ളാവുന്നവരായിട്ട് ആരെങ്കിലും ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സമാധാനം കെടുത്തുക എന്നൊരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ ഈ പിശാചിന്റെ. അവൻ ഊടാടി സഞ്ചരിക്കുക. ഇത് എവിടെ പോയാൽ ആരെ കണ്ട ഊരെ പഴയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ എവിടെയെങ്കിലും ആരെ ഒരാളിന്റെ സമാധാനം നഷ്ടപ്പെടുത്താമോ, അവനെ നശിപ്പിക്കാമോ എന്ന് ചിന്തിച്ച് പിശാച് ഊടാടി സഞ്ചരിക്കുക. അങ്ങനെ ആ ഊടാടി സഞ്ചരിച്ച് ഇവിടെ വന്നപ്പോൾ യഹോവയായ ദൈവത്തിന് മനസ്സിലായി ഇത് ഇയ്യോബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വരവാണ്. യഹോവയായ ദൈവം പറയുന്നുണ്ട്, യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിനെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു.
ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ലോകം ഇയ്യോബിനെ സംബന്ധിച്ച് പറഞ്ഞ 4 വിശേഷണങ്ങൾ ഇവിടെ യഹോവയായ ദൈവം തന്നെ പറയുക. വീടിനും നാടിനും നല്ലവൻ നല്ലവൻ, വീടിനും നാടിനും നല്ലവൻ നല്ലവൻ. അപ്പൊ ഇവിടെ ലോകത്തിന്റെ മുൻപാകെ നല്ലവൻ, ദൈവം മുൻപാകെ നല്ലവൻ തന്നെ. ദൈവം മുൻപാകെ നല്ലവൻ, ലോകത്തിന് മുൻപാകെ നല്ലവൻ തന്നെ. അപ്പൊ നേരത്തെ ലോകം അവനെ കുറിച്ച് ഈ 4 കാര്യം പറഞ്ഞെങ്കിൽ ദൈവം, യഹോവയായ ദൈവം അവനെ കുറിച്ച് പറയുന്നു, എന്റെ ദാസനായ ഇയ്യോബ് അവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവരുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നമ്മളെല്ലാം ആഴ്ത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ആരും പൈശാചിയൻ നമ്മളെ അടിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ആ മസിൽ പവറോ മണി പവറോ അല്ല, നമ്മുടെ മാൻ പവർ അല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യമല്ല, നമ്മളെ സഭയിൽ ജനിച്ചു വളർന്നു എന്നുള്ളതല്ല. നമുക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്ന ദൈവം നമുക്കുള്ളതാണ്. വെറുതെയാണോ ഇയ്യോബ് നിഷ്കളങ്കനായിരിക്കുന്നത്, ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനെയും അവന്റെ സമ്പത്തുകളെയും നീ വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ലയോ എന്ന് ചോദ്യം. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കിയാൽ സമ്പത്ത് സംരക്ഷിക്കാനായിട്ട് ശ്രമം നമ്മൾ പലപ്പോഴും ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട് വെച്ചിട്ട് അവസാനം ആ മതിൽ കെട്ടുന്നത്. ഇപ്പം ആദ്യം മതിൽ കെട്ടും. പണ്ടൊരു വീട്ടിലൊന്നും ചെന്ന് കയറിയാൽ ശരിക്കൊന്ന് ഇരിക്കാനൊരു കസേരയില്ല, കിടക്കാനൊരു കട്ടിലില്ല. ഏത് വലിയ വീടിനും 2 കട്ടിൽ കാണും. ഒന്ന് വീട്ടുമൂപ്പന് കാരണവർ, മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല, 500 വയസ്സുള്ള ഒരു അപ്പൂപ്പനും ഇപ്പൊ കുഞ്ഞായിട്ടിരിക്കുന്നു, മുത്തച്ഛൻ അവനുണ്ടെന്ന് കുഞ്ചൻ നമ്പിയാർ ചൊല്ലിയിട്ടുണ്ടല്ലോ. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അനേകം മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലഘട്ടം ഉള്ളപ്പോ ഒരു കട്ടിലേ കാണും. അതാർക്കാ? ആ കൂട്ട് ഉടയവൻ. ഇനി പെണ്ണുങ്ങളോട് വലിയ ബഹുമാനമായിരുന്നു. അവർ കിടന്ന് പ്രസവിക്കാനൊരു കട്ടിലൂടെ കാണും. ആ കട്ടിലിന് പ്രത്യേകതയുണ്ട്. ആണുങ്ങളെ പോലും ഇന്നത്തെ പോലെ രീതിയിൽ ഉള്ള പൊക്കിയുള്ള കട്ടിലല്ല, വളരെ താണ നിൽക്കും. കാരണം താഴെ കൊച്ചു വീണ ചാവരുതല്ലോ. ആ പരുവത്തിൽ വളരെ താണ ഒരു പേറ്റുകട്ടിൽ. ഇപ്പൊ 2 കട്ടില് കാണും. ഈ പെണ്ണുമ്പിള്ളയ്ക്കൊന്ന് കിടന്ന് പ്രസവിക്കാനൊരു കട്ടില്, പേറ്റുകട്ടില്. ആ കാരണവർക്ക് മൂപ്പിരാൻ കിടക്കാനാ ഒരു കട്ടില്. അങ്ങനെ 2 കട്ടിലേ കാണും. അപ്പൊ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമൊന്നുമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ട്, നമുക്കറിയാം. അപ്പൊ എല്ലാവരും വാസ്തവത്തിൽ ഞാൻ ഓർക്കുക, ഈ പരിമല കവറങ്കി വരുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ പണക്കാരനാകണേ എന്ന് പ്രാർത്ഥിക്കാൻ വരുന്നവരായിരിക്കും കൂടുതൽ. നല്ല കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിക്കാനുള്ള കഴിവ് എനിക്ക് വേണ്ടി തിരുമേനി വാങ്ങിച്ചു തരണമെന്ന് പറയാനുള്ളവർ വളരെ ചുരുക്കമായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പൊ പിശാച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന് സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ലയോ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ സുരക്ഷിതരായിട്ട് ജീവിക്കുന്നെങ്കിൽ നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കണം. യഹോവയായ ദൈവത്തിന്റെ കണ്ണ് തുറന്നു. സാത്താനോട് പറഞ്ഞൊരു കാര്യം ചെയ്ത്, നീ പറഞ്ഞത് സത്യം. യഹോവയായ ദൈവം അംഗീകരിച്ചു. ദൈവം പതുക്കെ ആ വേലി ഒന്ന് പൊളിച്ചു മാറ്റി. യോബിനെയും യോബിന്റെ സമ്പത്തുകളെയും വേലി കെട്ട് സംരക്ഷിച്ചിരുന്ന യഹോവയായ ദൈവം
സാത്താന്റെ ആവശ്യമനുസരിച്ച് വേലി ഒന്ന് മാറ്റിക്കൊടുത്തു. എന്നിട്ട് സാത്താന്റെ പൂർണ്ണമായിട്ട് സമ്മതത്തിന് വിട്ടുകൊടുത്തില്ല. അവനോട് പറഞ്ഞത്, അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ ബൃഹത് സമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അവനെ യോബിന്റെ മേൽ നീ കൈവയ്ക്കരുത്. ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം നീ കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. സാത്താന് സന്തോഷമായി. കിഴക്ക് ദേശത്തെ ഏറ്റവും സമ്പന്നനായിരുന്ന ഇയ്യോബ് ആ സമ്പത്തിന്റെ അധികാരം മുഴുവൻ സാത്താന് വിട്ടുകൊടുത്തിട്ട് യഹോവയായ ദൈവം അവനൊരു ലൈസൻസ് കൊടുത്തു. പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സമ്പത്തുകളെല്ലാം പോയി. അവന്റെ ആടുമാടുകൾ പോയി, അവന്റെ വേലക്കാർ പോയി, എല്ലാം പോയി. പുത്രന്മാരും പോയി. പൂർണ്ണതയുടെ 7 പുത്രന്മാരും പോയി. 3 പുത്രിമാരും പോയി. പക്ഷെ അവസാനം ആ ഒരു വാക്ക് നമ്മൾ കൂടെ ഉച്ചരിക്കുന്നുണ്ട്. എല്ലാം പോയി കഴിഞ്ഞപ്പോൾ യോബിന്റെ എല്ലാ സമ്പത്തുകളും പുത്രന്മാരും ദാസിദാസന്മാരും മറ്റു കഴുതുകളും എല്ലാ മൃഗസമ്പത്തും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ആ വാക്ക് നമ്മൾ എപ്പോഴും പറയും. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, ഞാൻ നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത് നമ്മളെല്ലാവരും ഈ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഈ വാക്യം എടുത്ത് ഉദ്ധരിക്കാറുള്ളതാണ്. സത്യമായിട്ടും ഇയ്യോബ് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മളൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കാനൊക്കെ എല്ലാം പോവും. ദൈവം കൊണ്ടുവന്നവർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. കൂടെ പോരത്തെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഈ കയ്യേ ഇതിനകത്തൊന്നും ഇരിക്കത്തില്ല. ഇങ്ങനെ വടി പോലെ അങ്ങ് നിവർന്നാ നിൽക്കുന്നു. അന്നേരം ഈ പോക്ക് അവസാനത്തെ ഈ ഒരു പോക്കെന്ന് പറയുമല്ലോ പഴയ മനുഷ്യർ, ഈ ഒരു പോക്ക്, ആ ഒരു പോക്ക് പോകുമ്പോ എന്തെങ്കിലും ഒന്ന് വിരലിനിടയ്ക്ക് വെച്ച് ഞെക്കി പിടിക്കാമെന്ന് വിചാരിച്ചാലും വിരലിനിടയ്ക്ക് പോലും ഇരിക്കത്തില്ല. ഇങ്ങനെ വടി പോലും നിൽക്കും. എന്തെങ്കിലും ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള ഓട്ടമാണ്. നമുക്ക് പ്രിയപ്പെട്ടതിനെ, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതിനെ, നമ്മുടെ കണ്ണിന് കുളിർമ തരുന്നതിനെ, സമൂഹത്തിൽ എന്നെ മാന്യനായിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും, അതിനുവേണ്ടി നമ്മൾ ഏത് മാന്യമല്ല തൊഴിൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഉളുപ്പുമില്ല. അത് ദൈവത്തെ കൂട്ടുപിടിക്കണമെങ്കിൽ കൂട്ടുപിടിക്കും, പരിമളത്തിരുവേനി നിന്ന് കൊടുക്കുമെങ്കിൽ ഭംഗിയായിട്ട് പിടിക്കും. പക്ഷെ യോ പറയുന്നു, ഇതൊന്നും ഞാൻ പോന്നപ്പോൾ കൊണ്ടുവന്നതല്ല, ഇതെല്ലാം ദൈവം തന്നത്, ദൈവം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അവിടെ ദൈവം മുമ്പാകെ നിൽക്കുന്ന, പ്രത്യാശയോട് നിൽക്കുന്ന ഒരു മഹാപരിശുദ്ധനെയാ അവിടെ കാണും. അപ്പോഴ് സാത്താൻ ഇരിക്കപ്രതിയില്ല. ഇതുകൊണ്ട് ഇയ്യോബ് തകർന്നു പോകും, തളർന്നു പോകും. ഇവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായിട്ടൊരാള് ഈ കിഴക്ക് ദേശത്തില്ല എന്ന് ലോകത്തിന്റെ സാക്ഷ്യം മാറ്റിക്കളയാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സാക്ഷ്യം മാറ്റിക്കളയാൻ തക്കവണ്ണം ഇവന്റെ സമ്പത്തുകളെ കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോയി പോകും എന്ന് കരുതിയ സാത്താന് പഴിച്ചു. സമ്പത്തുള്ളതിനേക്കാൾ ധൈര്യമായിട്ട് പ്രത്യാശയുള്ളവനായിട്ട് തലയുയർത്തി പിടിച്ച് നിന്നു ഇയ്യോബ്. സാത്താൻ ഇരിക്കപ്രതിയില്ല. സാത്താൻ പിന്നെയും വന്നു. അപ്പം യഹോവയായ ദൈവത്തിന് മനസ്സിലായി. പിന്നെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. യഹോവ സാത്താനോട് നേരത്തെ ചോദ്യമുണ്ടല്ലോ,
നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമി ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് ദൈവം പറയുന്നു, അവനെ പോലെ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും നേരുള്ളവനുമായിട്ട് ആരുമില്ല, ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. നല്ല ആരോഗ്യമുണ്ട്, ഇത് നല്ല ശരീരത്തിലെ നല്ല മനസ്സുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പം അയ്യോബിന് നല്ല ശരീരമുണ്ട്, ആരോഗ്യമുള്ള ശരീരമുണ്ട്, നല്ല മനസ്സുണ്ട്, അവിടെ ആത്മീയമായിട്ടുള്ള നല്ല ചിന്തയുമുണ്ട്. ഇത് മൂന്നും പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് നഷ്ടപ്പെടുത്തണം. സാത്താനോട്, ഇതാ അവനെ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ ജീവനെ മാത്രം എടുക്കരുത്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ വിട്ട് പുറപ്പെട്ട അയ്യോബിനെ ഉള്ളംകാലം മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു. അവൻ ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറിവ് പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തേച്ച് മരിച്ചു കളക എന്ന് പറഞ്ഞു. അത് പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവമാകും. എല്ലാവരും അങ്ങനെയാണെന്ന് ധരിക്കരുത്, എന്നാലും പൊതുവെ അങ്ങനെയാ. ഭർത്താവ് അടുത്തിരിക്കുമ്പോൾ നല്ല മണം വേണം, എന്നെ മണപ്പിക്കുകയും വേണം, ഞാൻ പോകുന്നിടത്ത് മണക്കാനുള്ള സംഗതി വാങ്ങിച്ചു തരണം, എനിക്ക് ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു തരണം എന്ന് നിർബന്ധിക്കുന്ന നല്ല വിഭാഗം സ്ത്രീകൾ ഈ ലോകത്തിലുണ്ട്. എന്തെങ്കിലും കുറവ് സഹിക്കാനായിട്ട് പറ്റുകയില്ല, ഒരു ഇല്ലായ്മയിൽ ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പറയാൻ തോന്നി, നീ പിന്നെയും എല്ലാം പോയില്ലേ, നിന്റെ ആടുമാട് പോയി, സമ്പത്ത് പോയി, ദാസിദാസന്മാർ പോയി, മക്കളും പോയി, എല്ലാം പോയി. ഇപ്പോഴ് നിന്നോടൊപ്പം ഒന്ന് കഴിയാമെന്ന് വിചാരിച്ചപ്പോ നിന്റെ ശരീരമെല്ലാം പഴുത്ത് വ്രണം വന്ന് പൊട്ടി ഒലിച്ച് ദുർഗന്ധം വമിച്ച്. അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തെ ത്യജിച്ച് കളയുക എന്ന് ആ ഭാര്യ പറയുകയാണ് ചെയ്തത്. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അത് ത്യജിക്കാന്ന് മാത്രമല്ല, മരിക്കാനും പറയുന്നുണ്ട്. ഇങ്ങനത്തെ ആളെന്തിനാ കൂടെ ജീവിക്കുന്നത്? ഒരു പ്രയോജനമില്ല. നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഭാര്യയ്ക്കും ആർക്കും പ്രയോജനമില്ലാത്ത ഒരാൾ എന്തിന് ജീവിക്കണം എന്ന് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. പ്രത്യേകിച്ച് അയ്യോവിന്റെ ഭാര്യയെ അങ്ങനെ മോശമായിട്ട് കാണേണ്ടതില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന ചിന്തയാ അവർ പറഞ്ഞു. യോബ് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നു, തിന്മയിൽ സ്വീകരിക്കരുതോ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു, ഇതിലൊന്നും യോബ് അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല, വാക്കുകൾ കൊണ്ട് പോലും ഈ പ്രവർത്തനത്തെയോ യഹോവയായ ദൈവം യോബിനോട് ചെയ്തതിനെ കുറിച്ച് യാതൊരു വിധമായ ഒരു വിഷമങ്ങളും ഒരു ശാപ വാക്കുകളൊന്നും ഒരിക്കലും യോബിന്റെ വാക്കിൽ നിന്ന് കേട്ടില്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതേ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതേ എന്നെ കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതേ ഫറവോനു ഞാൻ
ഞാനിനിയടിമയല്ല, ഫറവോനു ഞാനിനിയടിമയല്ല, പരമസിയോനിൽ ഞാനന്യനല്ല, പരമസിയോനിൽ ഞാനന്യനല്ല. എൻ സങ്കടങ്ങൾ സകല തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോം, മാറിയ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ, പാറേ പിളർന്നു ദാഹം പോമവൻ, പാറേ പിളർന്നു ദാഹം പോമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതേ എന്നെ കടന്നുപോയി, മനോഹരമായ കാനാൻ ദേശമേ, മനോഹരമായ കാനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടം സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നു, ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കാനാ ജീവിതം എനിക്കാനന്ദമേ, കാനാ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, മരുവിലൻ ദൈവമേനിക്കധിപതിയേ, മരുവിൽ ദൈവമേനിക്കധിപതിയേ, തരും മാവൻ പോതുമന്ന അതുമതിയേ, തരും മാവൻ പോതുമന്ന അതുമതി. എൻ സങ്കടങ്ങൾ സകല തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, എൻ്റെ ബലവും എൻ്റെ സംവേദവും, എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകല തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. യോബിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് ഒതുവില്ലാത്ത അവസ്ഥയിലേക്ക് യോബ് എത്തി. ഒന്നു മാത്രം നഷ്ടപ്പെട്ടില്ല, പ്രത്യാശ യോബിൻ്റെ നഷ്ടപ്പെട്ടു പോയില്ല.
19 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായ ദൈവത്തെ കാണും. ദേഹസഹിതനെന്നും ചില വേദപുസ്തകത്തിലുണ്ട്. യോബ് തരുന്ന വലിയൊരു പാഠം അതാ. ഇന്നല്ലേ നാളെ നമ്മൾ ഇവിടുന്ന് പോകും. നമ്മുടെ സംസ്കാരത്തിന് നമ്മൾ പോകുന്നവരാന്നല്ലോ. മനുഷ്യ നീ മണ്ണാകുന്ന നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. അതെല്ലാവരും കേൾക്കും. പക്ഷേ പിന്നെ അവസാനം ഒരു വാക്ക് എല്ലാവരും വിട്ടുപോകുന്നു. വീട്ടിൽ നവീകരിക്കപ്പെടും ചെയ്യും. മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ പോകും. പക്ഷെ പ്രത്യാശ പറയുന്ന അപ്പോഴത്തേക്ക് അതിലെ പെട്ടി പിടിക്കാനും ഇറക്കാനുമുള്ള ബന്ധപ്പാടും ബഹളങ്ങളും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് ചേർത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ശക്തമായ ഒരു കാര്യത്തോട് പറയുന്നത്, യോബിനറിയാം ഈ രീതിയിലാണെങ്കിൽ ഞാൻ അധികം നാൾ ജീവിച്ചിരിക്കുകയില്ല. എന്റെ ശരീരം മുഴുവനും പഴുത്തു, വ്രണം വന്നു. ഈ രീതിയിൽ അധികം എനിക്ക് കഴിയാൻ പറ്റുകയില്ല. എന്റെ ത്വക്കെല്ലാം നശിച്ചു. അവിടെ നാളെ എന്റെ അവസ്ഥ ഞാൻ പൊടിയായിട്ട് പോകും. പക്ഷെ ഞാൻ പൊടിയായിട്ട് പോയാലും എന്റെ ദൈവം പൊടിയായിട്ട് പോകുന്നില്ല. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ പൊടിമേ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദേഹരഹിതനായിട്ട്, ഞാൻ എന്റെ ത്വക്ക് നശിച്ചാലും ദേഹരഹിതനായിട്ട് നിന്ന് എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ ദർശനമാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകളൊക്കെയാണ് നമ്മളെ പാടി കേൾക്കുന്നത്. ഇടയാറന്മുള മർത്തോമപ്പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്കൽ ഒരിക്കലും ഞാൻ ചെന്നു. വലിയ വിശേഷപ്പെട്ട കൊത്തുപണിയൊന്നുമില്ല, ഒരു സാധാരണ കല്ലറ. പക്ഷെ അതിൻ്റെ ആ ലിഖിതം, ആ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ മൺകൂടാരം, അതിൻ്റെ അടിയിലൊരു വരയും ഇട്ടിട്ടുണ്ട്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ മൺകൂടാരം. അടിയിൽ ആത്മാവ് ആകാശമേഘങ്ങളിൽ ദൈവത്തെ എതിരേൽക്കാനായിട്ട് പോയിരിക്കുന്നു. ആത്മാവ് ആകാശമേഘങ്ങളിൽ ദൈവത്തെ എതിരേൽക്കാനായിട്ട് പോയിരിക്കുന്നു. ഇത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ കല്ലറയിലുള്ള എഴുത്ത്, മർത്തോമപ്പള്ളിയിലെ ഒരാണ്. ഞാൻ പലപ്പോഴും ഓർക്കും, എന്തോ ശക്തമായ ഒരു വിശ്വാസമാണ് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്. ഇതാ എല്ലോന്നും പറഞ്ഞുകൊണ്ട് നടക്കുക നമ്മൾ. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഉള്ളു, പിന്നെ ഒന്നുമില്ലെന്ന് അല്ല. ആകാശമേഘങ്ങൾ ദൈവത്തോടുള്ള ഒരു വാസം. ഉണ്ട് എന്ന് മർത്തോമസഭയിലെ ഒരു ഉപദേശി പ്രസംഗിച്ച മാത്രമല്ല, അദ്ദേഹത്തിന്റെ കല്ലറയിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് എഴുതിച്ചായിരിക്കാം. അപ്പൊ ഈ ഒരു വലിയ ദർശനം യോബിന്റെ ജീവിതത്തിലുമുണ്ട്. യോബ്, എന്റെ ദേഹം പോയാലും ഞാൻ പൊടിയായി പോയാലും എന്നും ജീവിച്ചിരിക്കുന്ന ദൈവമുണ്ട്. എന്നെ വീണ്ടെടുക്കുന്നവൻ, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇത് എല്ലാവരുടെയും ധാരണയോട്. നമുക്ക് എന്ന് കഷ്ടപ്പാടും പ്രയാസവും ഇല്ല മക്കളെ. ഏത് കഷ്ടപ്പാടൊക്കെ മാറും, രോഗം മാറും, ക്ഷീണം മാറും. നമ്മൾ പാടുന്നില്ലയോ, ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ ഇതെല്ലാം മാറും. രോഗത്തിന് സൗഖ്യമുണ്ടാകും. അനേക രോഗികൾ സൗഖ്യമായിട്ടുള്ളവരുണ്ട്, രോഗികളായിട്ട് കുറെ പേര് നിൽക്കുന്നുമുണ്ട്. ക്ഷീണം മാറും, സാമ്പത്തിക ക്ലേശങ്ങൾ മാറും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ വാസ്തവത്തിൽ ദൈവം സാധിപ്പിച്ചു തരും. പക്ഷേ ഒന്ന് മാത്രം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ഏത് തരത്തിലായിരുന്നാലും എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ വൈദ്യസേമിനാരിൽ പഠിക്കുമ്പം എൻ്റെ കൂടെ പഠിച്ചതാണ് കുര്യാക്കോസച്ചൻ ഇവിടെ വന്നിരിപ്പുണ്ട്. കാണാൻ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം ആദരിക്കുന്ന ഡോക്ടർ വി സി ശോമൽ അച്ഛൻ
വലിയ കഥകളൊന്നും പറയുന്ന ആളല്ലായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. 2 കള്ളന്മാർ, 2 പിള്ളേർ മോഷ്ടിക്കാനിറങ്ങി. മോഷണ വസ്തു എന്താ പറയുക, ചക്ക. എല്ലാവർക്കും ഇപ്പൊ ചക്കയെന്ന് പറഞ്ഞപ്പോഴേ ഗ്യാസ് ഇളകി തുടങ്ങി കാണാം മിക്കവാറും, ചക്കയെന്ന് കേട്ടപ്പോഴേ. ഞാൻ എൻ്റെ വീട്ടിൽ കൊച്ചുനാളിൽ ഇഷ്ടം പോലെ ചക്ക തിന്നാൻ നിവൃത്തിയില്ല. ഞാൻ വടക്കുപുറത്ത് മുരുപ്പ് വരെ 5-6 കിലോമീറ്റർ നടന്നു പോയി ചക്ക തിന്നിട്ടുണ്ട്. അഞ്ചുവെട്ടും മക്കളുള്ള വീട്ടിൽ, സാധാരണ കുടുംബങ്ങളിൽ അവരെ പോറ്റി പുലർത്തുന്ന ഒരു വലിയ അന്നദാതാവായിരുന്നു ചക്ക. പറമ്പിൽ പ്ലാവുണ്ടെങ്കിൽ നിറച്ച് ചക്ക കൊണ്ടാണ് പ്രാർത്ഥിക്കുമായിരുന്നു. ചില കർമ്മങ്ങൾക്ക് നടത്തി ചക്ക പറിക്കുന്നത്, അവസാനം കടലാട്ടുന്നതിന് ചില കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു കാര്യമായിട്ട് ചക്ക. അതിന് ഞാൻ ആ ചക്കയ്ക്ക് ഒരു പേരിട്ടുണ്ട്, മൾട്ടിപർപ്പസ് ചക്ക. ചക്ക വെറും ചക്കയല്ല, ചക്ക മൾട്ടിപർപ്പസ് ചക്കയാണ്. അതിന് കരിന്തൊലി മാത്രം ചെത്തി കന്നാലിക്ക് കൊടുക്കും. പാടിപ്പോകുന്നത് പശുവും വയറ്റിൽ പോട്ടെ. അതിന്റെ കരിന്തൊലി മാത്രം ചെത്തി കന്നാലിക്ക് കൊടുക്കും. ഇതിന് തൊലിയുടെ ബാക്കി ഭാഗവും ചൊളയും പിന്നെ കഴിക്കുന്നവർക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടി ചക്കക്കുരു ഒക്കെ ചേർത്ത് മഞ്ഞളും മുളകും, തേങ്ങയൊന്നും അരയ്ക്കാൻ മാർഗമില്ലല്ലോ, മഞ്ഞളും മുളകും ചേർത്ത് അരച്ച് കുഴച്ച് ഒരു ചമ്മന്തി അരച്ച് വെച്ച് കൊടുത്താൽ ഇഷ്ടം പോലെ കഴിക്കും. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ തോരൻ വെച്ചാൽ ഫസ്റ്റ് മാങ്ങായോ ഉണക്കുമീനോ ഒക്കെ ഇട്ട് തോരൻ വെക്കാൻ നല്ല രുചിയുള്ളൊരു സാധനം. അത് മെഴുക്ക് വരട്ടാമെങ്കിലോ അതിനെക്കാട്ട് രസമാണ്. അതല്ല, ഇറച്ചി കഴിക്കുന്നവർ കഴിക്കണമെങ്കിൽ വട്ടത്തിൽ ഞുറുക്കിയിട്ട് കൂഞ്ഞുങ്ങൾ കൂടി അങ്ങോട്ടിട്ട് ആ ഇറച്ചിക്കൂട്ടുമൊക്കെ അരച്ചങ്ങോട്ട് വെച്ച ഒരു ഇറച്ചിക്കറി കൂട്ടുന്നതിന്റെ സുഖം. എന്നിട്ട് വൈകിട്ട് അമ്മമാരെ മുറത്തിനകത്ത് ഒരു സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അതിന് ഞങ്ങൾ അന്നത്തെ കാലത്ത് കൂഞ്ഞെന്നാ പറയുന്നത്, ഇവിടെ എന്തോ പറഞ്ഞ് എനിക്കറിയത്തില്ല, കൂഞ്ഞ്. ആ കൂഞ്ഞങ്ങോട്ട് കൊത്തിയേരി. എന്തിനാണെന്നറിയാമോ? പഴങ്കഞ്ഞിക്കുള്ളതാ. വൈകിട്ട് കൊത്തിയരിഞ്ഞ് വേവിച്ച് വെച്ചാൽ രാവിലെ പഴങ്കഞ്ഞി. ചോറൊന്നും ഇഷ്ടം പോലെ കഴിക്കാനില്ലല്ലോ. അന്നമയം പ്രാണബലം, പ്രാണബലത്തിന് വേണ്ടി മാത്രം കുറച്ച് ചോറ് മറ്റ്. ഇതിന് കൂഞ്ഞ് വേവിച്ചതൊക്കെ അങ്ങോട്ട് രാവിലെ പഴങ്കഞ്ഞിക്ക് അങ്ങോട്ട് കഴിക്കുക. പാട എടുത്ത് വെച്ച് കറി വെക്കാമെങ്കിൽ അതുപോലെ രുചികരമായ ഒരു കറി വേറെയില്ല, പാടക്കറി. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരു വിശേഷപ്പെട്ട സാധനമാണ്. അതിനെ മൾട്ടിപർപ്പസ് ചക്ക എന്ന് പറയും. ഈ 2 ചെറുപ്പക്കാർ കൂടി ചക്ക മോട്ടിക്കാൻ പോയി. ഒരു വലിയ പ്ലാവെ പരിഞ്ഞ് കയറി 2 ചക്ക കിട്ടും. ഒരു വീട്ടിൽ ചെന്നപ്പോ അമ്മ, അയ്യോ എന്റെ മോനെ മക്കളെ നീറ് കടിച്ചോടാന്നൊക്കെ ചോദിച്ച് മേഘത്തൊക്കെ തുടങ്ങി പിടിച്ച് ശാന്തമായിട്ട് പിടിച്ച് ഇറക്കി. എൻ്റെ മോനെ ഈ അമ്മ ക്ഷീണിച്ച് പോയല്ലോ, കഷ്ടപ്പെട്ടു പോയല്ലോ, കാലൊടിഞ്ഞില്ലല്ലോ, മരത്തൊന്നും വീണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ വീശി ആശ്വസിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ചക്ക വേവിച്ച്, മോനായതുകൊണ്ട് കുരു ഒന്നും ചേർത്തില്ല, ചക്ക ചുള മാത്രം അങ്ങോട്ട് എടുത്ത് ഈ തൊലിയൊന്നും വിടാതെ വൃത്തിയായിട്ട് വേവിച്ച് കടുവും വറുത്ത് നെയ്യൊഴിച്ച് കടുവൊക്കെ വറുത്ത് വൃത്തിയായിട്ട് കൊടുത്തു. മറ്റേ അമ്മ എങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരോട് പിണങ്ങാൻ നോക്കൂ? അവരെ ചക്ക വേവിച്ച കൂട്ടത്തിൽ കുറച്ച് ചെന്നിയായവും കുറച്ച് കഴിക്കുന്നതും, അപ്പൊ അതിനകത്ത് ചക്കയുടെ കുറച്ച് മടലുമുണ്ട്, തൊലിയുമുണ്ട്, ചകണിയുമുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വേവിച്ചു കൊടുത്തു. മോൻ പോയി കുളിച്ചു വെച്ച് വന്ന് ചക്ക തിന്നാൻ അങ്ങോട്ടിരുന്നു. ആദ്യമേ എടുത്ത് വായിച്ചേ അമ്മയെ കഴിക്കുന്നു. അതെന്താ ഇങ്ങനെ? എടാ മോനെ, വല്ലോന്റെ മുതലേ കഴിക്കും. നീയോ നിന്റെ അപ്പനോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലോ. നീ കുഴിച്ചിട്ടാണോ അരി അല്ലല്ലോ. നീ വെള്ളം കോരിയോ? നീ കഷ്ടപ്പെട്ടോ? വല്ലവനും കഷ്ടപ്പെട്ട് വളർത്തിയത് മോഷ്ടിച്ചാൽ അത് കഴിക്കും. ഒടുക്കലത്തെ മോഷണം പിന്നെ അവൻ മോഷ്ടിക്കാൻ പോയിട്ടില്ല, അവന്റെ മോഷണത്തെ ഓടി നിന്നു. അങ്ങനെയല്ല അമ്മമാരും ഉണ്ട്. തിന്മ കണ്ടാൽ തിന്മയാണെന്ന് ബോധ്യപ്പെടുത്തി പറയാൻ ഇല്ലെങ്കിലും അത് മാതൃകയായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു കഴിവ്. മറ്റേ അമ്മച്ചി നെയ്യ് ചേർത്ത് കടുവ് വറുത്ത് കൊടുത്ത അവന് വലിയ
കുപ്രസിദ്ധനായ മോഷ്ടാവായിട്ട് ജയിലടയ്ക്കപ്പെടുകയും ചെയ്തു എന്നൊരു കഥ ഡോക്ടർ പി ശിവമരച്ചനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇനി യോബിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരിക. ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ 42-ാം അധ്യായം. യഹോവയായ ദൈവം യോബിന്റെ വിശ്വാസം കണ്ടു. അതിന് മുൻപായിട്ട് പറയുന്നു 42-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ പറഞ്ഞു, യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരുളിച്ച ശേഷം യഹോവ തേമാനെ എലിഫസിനോട് അരുളി ചെയ്തത്, നിന്നോട് നിന്റെ 2 സഹോദരന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസൻ അയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസന അയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എന്റെ ദാസന അയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കുകയും ചെയ്യും. എന്റെ ദാസനെ അയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. അപ്പൊ 2-3 സുഹൃത്തുക്കൾ, ആദ്യം ഭാര്യ പറഞ്ഞു, നീയെ വിശ്വാസം ത്യജിച്ച് മരിച്ചു കളകാന്ന് പറഞ്ഞു. പിന്നെ 2-3 സുഹൃത്തുക്കൾ കയറി പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ സംബന്ധിച്ച് യഹോവയായ ദൈവം പറയുന്നത്, നിങ്ങളാരും ഇയ്യോബിനെ പോലെ വിഹിതമായിട്ട് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങളുടെ പാപത്തിന് തക്കവണ്ണം പ്രതിഫലം ചെയ്യില്ല. കാരണം ഇയ്യോബിന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ പാപങ്ങളിൽ വീഴ്ചത്. നമ്മുടെ വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ ഒന്നും മിടുക്കുകൊണ്ടല്ല, നമ്മുടെ ചെയ്വനം കൊണ്ടല്ല, നമ്മുടെ പഠിത്തം കൊണ്ടല്ല, നമ്മുടെ ചിന്ത കൊണ്ടല്ല, പരിശുദ്ധനായ പരിപരിത്തിനുവേണ്ടി മുഖം ആദരിച്ച് ഞങ്ങളുടെ പാപത്തിന് പകരം ചെയ്യാതിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർക്കണം. ഇയ്യോബിനോട് പറയുന്ന ഒരു വലിയൊരു പാഠമാണ്. ഇയ്യോബിന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ തിന്മയ്ക്ക് ഞാൻ പകരം ചെയ്യുകയില്ല. യഹോവ കൽപ്പിച്ച പോലെ തന്നെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരിമാരും മുമ്പേ അവനെ പരിചയമുള്ളവരിലൊക്കെ അവന്റെ അടുക്കൽ വന്ന് അവൻ വീട്ടിൽ അവനോട് ഭക്ഷണം കഴിച്ചു. ഇതൊരു വലിയ ദൈവശാസ്ത്ര സത്യമാണ്. ഇയ്യോബിന്റെ പ്രാരംഭ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇയ്യോബിന്റെ കൂടെ സദ്യ കഴിക്കാൻ മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ആൺമക്കളെ 7 പേരും പെൺമക്കളെ 3 പേരും ഭാര്യയും ഉണ്ടായിരുന്നു. ഇവർ മാത്രമേ ഭക്ഷണം കഴിച്ചുള്ളൂ ഇയ്യോബിന്റെ ആദ്യകാല ജീവിതത്തിൽ. പക്ഷെ ഇയ്യോബ് യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നിന്നുകൊണ്ട് അവർ വീട്ടിലെ അപ്പച്ചൻ മാത്രമായിട്ട് മാറിയില്ല, ലോകത്തിന്റെ മുഴുവൻ അപ്പച്ചനായിട്ട് മാറി. മറ്റൊരു വീട്ടിലെ കാര്യങ്ങൾ മാറി ക്രമീകരിച്ചത് ഇയ്യോബ് ലോകത്തിന്റെ പരിശുദ്ധനായിട്ട് തീർന്നു. അതുകൊണ്ടുള്ള വ്യത്യാസം എന്താ? അദ്ദേഹത്തിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്നത് ആരൊക്കെയാ? യഹോവ ഇയ്യോബിനെ ഇരട്ടിയായി കൊടുത്തു. സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പ് അവന് പരിചയമുള്ളവരൊക്കെ അവന്റെ അടുക്കൽ വന്ന് അവനോട് ഭക്ഷണം കഴിപ്പാൻ അവന്റെ അടുക്കൽ വന്നു. നമ്മുടെ പരിവർത്തിനുവേണ്ടി അടുത്ത് വരുന്നത് ഇത് വേണ്ടിയാ. മുളന്തുരുത്തി ചാതുരുത്തി തറവാട്ടിലെ അപ്പച്ചൻ്റെയും അമ്മയുടെയും കാര്യം നോക്കി നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെ ക്ഷേമം അന്വേഷിച്ചു കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഈ പരിമലക്കടവിൽ ഏതാനും പേർക്ക് മാത്രം പരിചയമുള്ള ഒരാളായിട്ട് ജീവിച്ചു. അന്ന് അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു. ഇന്ന് ലോകം മുഴുവൻ്റെയും നമ്മൾ ഗ്രിഗോർ സിനിമയുടെ കോസ്മിക് മാൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കോസ്മിക് മാൻ ലോകം മുഴുവൻ്റെയും ആവശ്യം പറഞ്ഞ് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, അവരോടൊപ്പം പന്തിഭോജനം നടത്തുന്ന ഒരു മഹാപരിശുദ്ധനായിട്ട് പരിവർത്തനം വേണ്ടി തീർന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ നമ്മളിവിടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. നമ്മുടെ തലകളെ ദൈവം ഭാഗം വണക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു പഴയ വർഷം
നമ്മെ വിട്ടുപിരിഞ്ഞ് ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കാൻ കടന്നു വരുമ്പോൾ ഒരു വെള്ളിയാഴ്ച, ഒരു പുതിയ വർഷത്തിൽ മാത്രമേ നമുക്കിവിടെ കൂടാൻ പറ്റൂ. 2013 മാത്രമേ ഒരു വെള്ളിയാഴ്ച നമുക്ക് കൂടാനായിട്ട് പറ്റുള്ളൂ. 2012 അവസാനത്തെ വെള്ളിയാഴ്ച നമ്മളിവിടെ കൂടി വരുന്നു. നമ്മെ കൂട്ടിവരുത്ത്, നമ്മുടെ കാലുകളൊക്കെ വിളക്കും കൂടുതൽ പ്രകാശമായിട്ട് വഴി നടത്തി ദൈവത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാം, നമ്മുടെ ബുദ്ധിജനങ്ങളെ ഓർക്കാം, ഗുരുജനങ്ങളെ ഓർക്കാം, ആധ്യാത്മികമായിട്ട് നമുക്ക് ഉപദേശം തന്ന പിതാക്കന്മാരെ ഓർക്കാം. ഞാൻ എന്ത് ചെയ്യുമെന്ന് ജീവിതത്തിൽ വഴിമുട്ടുന്ന സന്ദർഭത്തിൽ മോനെ മോളെ എന്ന് വിളിച്ച് കൈപിടിച്ചുകൊണ്ട് പോയി നമുക്ക് നല്ല വഴി കാണിച്ചെന്നവരെ ഓർക്കാം. നമുക്കൊരു പ്രാർത്ഥിച്ചവരെ ഓർക്കാം. ഇനി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം. പ്രയാസങ്ങളും വിഷമവും ഇല്ലാത്ത, ചേട്ടയില്ലാത്ത, ഞാൻ ഹൈന്ദവരുടെ അടുത്ത് താമസിച്ചുകൊണ്ട് കർക്കിടകമാസം അവസാനം വരും പൊന്നുചിങ്ങ മാസത്തെ എഴുതേക്കാൻ തക്കവണ്ണം പോകുന്ന വഴിയിലെല്ലാം പഴി ലഭിച്ച മുറങ്ങളും തേഞ്ഞ ചൂരുകളുമൊക്കെ കളഞ്ഞ് നല്ല പുതിയ ഒരു വസം, ഒരു പൊന്നിൻ പ്രഭാതത്തിന് വേണ്ടി, ഒരു പൊൻപുലരിക്ക് വേണ്ടി, ഒരു നല്ല സൂര്യോദയത്തിന് വേണ്ടി, എല്ലാവിധമായ നന്മകൾ അനുഭവിക്കുന്ന ഒരു പുതിയ വർഷത്തിന് വേണ്ടി നമ്മൾ ദൈവം ഭാഗം നിൽക്കാം. പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥത, മാതാവിൻ്റെ മധ്യസ്ഥത, തോമാശ്രീയുടെ മധ്യസ്ഥത, ഗീവർഷയുടെ മധ്യസ്ഥത, പരിവർത്തിയുടെ മധ്യസ്ഥത, ദീവനേശ്വര പിതാവിൻ്റെ മധ്യസ്ഥത, എല്ലാ പിതാക്കന്മാരും ഈ കാലയനിക്ക് ഇപ്പോൾ കടന്നു പോയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെയും, എല്ലാ പരിശുദ്ധ പിതാക്കന്മാരുടെയും, സഭാ നേതാക്കന്മാരുടെയും, വൈദികരുടെയും, വിശ്വാസികളുടെ ജനങ്ങളുടെയും എല്ലാവരും മധ്യസേവം പ്രാപിക്കാം. ദൈവത്തെ പരിശുദ്ധാത്മാവും ഏറ്റവും അനുഗ്രഹമായ പുതിയ വർഷം നായി നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ബലഹീന എനിക്ക് അവസരം ഒരുക്കുക ചുമരക്കാരുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൊടുക്കും.